ഒരു മിനിറ്റിൽ നമുക്ക് 4 മാർക്ക് നേടാം. ഈ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ IUPAC നെയിം കണ്ടെത്താം. ഫസ്റ്റ് എക്സാമ്പിൾ CH3 CH2 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 COOH ആണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? COOH ആണ്. കാർബോക്സിലിക് ആസിഡ് ആണ്. അങ്ങനെ ഇതിന്റെ പേര് എന്താണ് വരുന്നത്? 1 2 3 4 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് പെന്റനോയിക് ആസിഡ് എന്നാണ് പേര് വരുന്നത്. സെക്കൻഡ് സ്ട്രക്ചർ നോക്കിക്കേ, CH3 CH2 CH2 CHO ആണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൽഡിഹൈഡ്. CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇതിന്റെ പേര് എന്താ വരുന്നത്? 4 കാർബൺ ആറ്റം ആയതുകൊണ്ട് ബ്യൂട്ടനാൽ. ആൽഡിഹൈഡ് ആണെങ്കിൽ പേരിന്റെ അവസാനം AL എന്നാണ് അവസാനിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ നിങ്ങൾ നോക്കാം. CH3 CH2 CH2 COCH3 എന്നാണ് വരുന്നത്. ഇതിന്റെ പേര് എന്താ വരിക? CO ആണ് വരുന്നതെങ്കിൽ കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പേരിന്റെ അവസാനം നമ്മൾ ഓൺ എന്ന് എഴുതണം അല്ലെ. ഇവിടെ പൊസിഷനും നമ്മൾ മെൻഷൻ ചെയ്യണം. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് CO വരുന്നത്. അതുകൊണ്ട് പേര് എന്താണ് വരുന്നത്? പെന്റൻ -2 -on എന്നാണ് വരുന്നത്. ലാസ്റ്റ് സ്ട്രക്ചർ നോക്കിക്കേ. CH3 CH2O CH2 CH3 ആണ്. ഈത്തർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളാണ്. ഇതിന്റെ പേര് വരുന്നത് ഇറ്റ് ഇസ് എത്ത്-ഓക്സി ഈത്തേൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ പേര് IUPAC നെയിം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. 100% എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.